ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്താ വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വയനാട് യാത്രയാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ മിന്നു കുഞ്ഞും വരുന്നില്ല, ഒരു രണ്ടാളും ഇവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മ ഇന്നലെ രാത്രി വന്നതാണ്. ഇന്നലെ രാത്രി ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഫുള്ളായിട്ടൊരു യൂട്യൂബ് കാണിക്കാൻ മാത്രമുള്ള വീഡിയോ ഇല്ല, കുറച്ച് ക്ലിപ്സേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂനൂരുള്ള കാരുണ്യ തീരം ഉണ്ടല്ലോ, അവിടെ കുട്ടികളുടെ ഒരു കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഭയങ്കര സന്തോഷമായി. ലേബിൾഡായ മക്കളുമായിട്ടുള്ള ഈ ഒരു ബന്ധം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കേരളത്തിലുള്ള ഓരോ സ്ഥലത്തും പിന്നെ നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇവരെ കല്യാണത്തിന് വേണ്ടി ഓരോ വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ആദ്യമൊന്നും നമുക്ക് ഒരു ഉറപ്പില്ലായിരുന്നു നടക്കുമെന്നുള്ളത്. പക്ഷേ ഞാൻ പോലും അത്ഭുതപ്പെട്ടു നോക്കി. വീൽ ചെയറിലുള്ള മക്കളെ കല്യാണം നടത്താൻ സാധിച്ചിട്ടുണ്ട്, അതുപോലെ കാഴ്ചയില്ലാത്തവരെ കല്യാണം നടത്താൻ സാധിച്ചിട്ടുണ്ട്, ഡൗൺ സിൻഡ്രോം ബാധിച്ച മക്കളെ കല്യാണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചവന് ഓലെ കല്യാണം നടത്താമെന്ന് ഓലെ ഒരു ദുവ, ആരെ ദുവാണ് പഠിച്ചവൻ കേൾക്കാൻ നമുക്കറിയില്ലല്ലോ. ഓലെ ഒരു ദുവ പഠിച്ചവൻ കേട്ടിട്ടുണ്ടാവും. അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു 0.5% ഞാനായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടും കാര്യമില്ല, ആളുകളത് അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതൊക്കെ കൊണ്ടാണ് ഈ മക്കളെ കല്യാണമൊക്കെ. ഇപ്പോൾ ഒരു 150 വിവാഹങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോം വഴി നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും അവിടെയും വിവാഹങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ കാരുണ്യതീരത്തിൽ മുമ്പും വരാറുണ്ട്. കാരുണ്യതീരത്തിലുള്ള വളണ്ടിയേഴ്സൊക്കെ ഒരു രക്ഷയില്ലാത്തവരാ. നമ്മളെ പ്രോഗ്രാമിനൊക്കെ ഒരിക്കലും വന്നിരുന്നു. അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും മാതൃകയാക്കേണ്ട വളണ്ടിയേഴ്സാണ് ഇവിടെയുള്ള വളണ്ടിയേഴ്സ്. അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷനും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അവരിൽ ഒരാളായി മാറുന്ന ഒരു ഭയങ്കര സംഭവമാണ്. അതൊക്കെ ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. കാരണം അത്രയും കുട്ടികൾക്കുള്ള ഒരു ആശ്വാസം തന്നെയാണ് ഇവിടെ. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും പരിപാടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ എൻ്റെ 2 വർത്തമാനത്തിനോടും വലിയ സ്കോപ്പൊന്നും ഇല്ല. പിന്നെ മൂപ്പര് വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് മക്കളെ കല്യാണങ്ങളൊക്കെ നടത്താൻ സാധിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട്. അതിന് ഇവിടെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രയേ പറയാനുള്ളൂ. താങ്ക് യു. ഡിഫറെൻ്റ് ലേബിൾഡായ ഒരുപാട് ബുദ്ധിപ്രശ്നമുള്ള മക്കളും വീൽ ചെയറിലുള്ള മക്കളും അങ്ങനെ ഒരുപാട് മക്കളുണ്ട്, വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അവിടെ പിന്നെ അവർക്കൊക്കെ ഉള്ള ഒരു അത്താണിയാണ് ഈ കാരുണ്യതീരം ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര്. അവിടുന്ന് പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഗൈസ്, ഇതാ കുറ്റ്യാടി എത്തിയിരിക്കുകയാണ്. കുറ്റ്യാടി KMC ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ അവരെ കാത്തു നിൽക്കുകയാണ്. കുറ്റ്യാടിക്കാരും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയണേ. ചായ ഒന്നും കുടിച്ചില്ല. ഓല് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നണം. കുറ്റ്യാടിയാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണല്ലോ. ഒരു കുറ്റ്യാടിക്കാരെയല്ല നമ്മളെ വീട്ടിൽ ജോലിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് സുഖേന, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഗൈസ് പിയാപ്പിളയും പിയോട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അസ്സലാമു അലൈക്കും. ഇത് ബിലാൽ എൻ്റെ സീനിയർ ആയിരുന്നു. കോളേജിലെ MES കോളേജിലെ പുലിയായിരുന്നു. പണ്ട് മറ്റേ നരസിംഹത്തിലെ ഡയലോഗ് പോലെ ഇത് ബിലാലിൻ്റെ വൈഫാണ് കേട്ടോ. നിങ്ങളെ പേരെന്താ? ഫാമില. പോവല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വയനാട് തരുവണക്കാണ് കേട്ടോ പോകുന്നത്. ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്തായാലും വണ്ടി എടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ബിലാലിനെ പൊക്കി 2 വാക്ക് പറയട്ടെ. ഭാര്യൻ്റെ മുമ്പൊന്ന് പൊക്കും എല്ലാവർക്കും ഒരു അന്ന് നോക്കണ്ട. പണ്ടേ ആത്മപ്രശംസ ഇഷ്ടമല്ല, പക്ഷെ അല്ലേ കോളേജിൽ എന്നെ ഞാൻ കുറച്ച് നല്ലവനായ കുട്ടിയായിരുന്നു. അപ്പോൾ ഒരു 2 മാസത്തോളം സസ്പെൻഷനൊക്കെ കിട്ടിയിരുന്നു. ആ സമയത്ത് നമുക്ക് വേണ്ടി ഒരുപാട് പിന്നെ ഓടി നടന്ന ആളാണ് കേട്ടോ. അതേപോലെ തന്നെ വേർന്നിനാ എന്നെ ചെയർമാനാക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് 3-4 സപ്ലി വന്നതുകൊണ്ട് എനിക്ക് ചെയർമാനാകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പറയാൻ ബിലാലിനെ കുറിച്ച് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം ഒരാഴ്ച മുമ്പ് കണ്ടത്. അപ്പോൾ കോഴിക്കോട്
നമ്മളെ KLF-ൻ്റെ എല്ലാം മെയിൻ ആളാണ്. ഓക്കെ, ബാക്കി നമുക്ക് വൈകി അങ്ങനെ പരിചയപ്പെട്ട് പോവാം. അപ്പം മിന്നും ഇല്ലാണ്ട് പോകുന്ന യാത്ര നമുക്ക് ഇവരുടെ കൂടെ അങ്ങനെ വൈബായിട്ട് പോവാം. നമ്മൾ ഇവിടുന്ന് പക്രന്തളം ഇവിടുന്ന് നമുക്കൊരു ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ഹോട്ടലിൽ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ ഹോട്ടലിൽ നിന്ന് ഓട്ടുവത്തിലും പിന്നെ പോത്തുംകാലും ഓർഡർ ചെയ്ത് കുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ബഹള സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഫെബ്രായിക്കാൻ്റെ കടയാണ്. മുപ്പറ പേരെന്നാന്ന് അറിയില്ല കേട്ടോ. മുപ്പറ ഇതിൻ്റെ മുമ്പ് ഒരിക്കലും ഇവിടെ വന്നതിനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഓട്ടുവത്തിൽ വന്നിട്ട് എത്ര കാലമായില്ലേ, പോത്തുംകാലും കൂട്ടി വരട്ടെ. എടുത്തോ വരണ എടുത്തോ. ഇത് എടുത്തിട്ട് പിന്നെ കുത്താം. അപ്പോൾ नहीं ഓക്കെ എന്താ പറയണ എനിക്ക് ഗൈസ് ഒരു മുഴുത്ത പോത്തിൻ്റെ കാലാണ് കേട്ടോ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് മച്ച ഉണ്ടാവുക. അതിങ്ങനെ കുത്തി എടുക്കണം. ഓക്കെ, ഇതാ അതോ നല്ല ഓട്ടുവത്തിൽ ലേശം ചെറുതായി പോയി. ഇത് വളരെ നാനോ ഓട്ടുവത്തിലായിപ്പോയി. ഇത് ഒരു 5-6 എണ്ണം ഇപ്പോൾ വാങ്ങേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലാണ് ഞാനുള്ളത്. നമ്മളെ കൊണ്ട് ഇത് കുത്താനാവുന്നില്ല, തെറിക്കുന്നുണ്ട് നമ്മൾ. കയ്യായിക്കാ ബർദാറിനെ മേത്തറിക്കുക. തീർന്നിക്കാല. അപ്പൊ ഇതായി കിട്ടിയ അപ്പൊ ഇതാണ് അതിന്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇതാണ് ഇതിന്റെ മജ്ജ എന്ന് പറയുന്നത്. ആ നമ്പർ തരാം. അപ്പോൾ ഇവിടുത്തെ എല്ലാമായ സൂപ്പിക്ക് ചെയ്ത് ഓർഡർ മൂപ്പറയിൽ എടുക്കാനോടും ക്യാഷിലും മൂപ്പറ തന്നെ എല്ലാത്തിലും അല്ലേ. പോത്തുംകാലം മുട്ടിക്കൊടുക്കാനും മൂപ്പറ് പോകണോ, എന്തെന്നാ ചെയ്യാ സൂപ്പിക്കല്ലേ. എന്നാ പോട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പിന്നെ ബാണാസുര ഡാമിലേക്കൊന്ന് വന്നതാണ്. അവിടെ പ്രോഗ്രാം ഇങ്ങനെ തുടങ്ങി. നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയതായിരുന്നു, ഒരു ഭിന്നശേഷി മക്കളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ബാണാസുര ഡാമൊന്നും ഇതുവരെ കണ്ടിയില്ല. ഇവർ വയനാടൊക്കെ ആദ്യമായിട്ട് ഇതിൻ്റെ മുമ്പ് അപ്പോൾ അവരോട് ഇങ്ങനെ കാണിച്ചു ഇതേക്ക് ഒരങ്ങ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭൗമിക്കെല്ലാം കാണിച്ചു കൊടുത്തേ. അവർ പിന്നെ ബുദ്ധിജീവികളാണ്. അതായത് മറ്റേ എന്താ പറയുക, കവിത എഴുതുക, ബുക്ക് എഴുതുക, അങ്ങനെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുക, അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ പോലെ പിന്നെ സാധാരണ വർത്താനമൊന്നുമല്ല. ഞാനിവിടെ പോയപ്പോൾ നല്ല പ്രാസമൊക്കെ ഒപ്പിച്ചില്ല. ഞാൻ കീഞ്ഞ് പാഞ്ഞ് എന്നല്ല നമ്മളെ ഭാഷ ഉണ്ടല്ലോ അന്ന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവരുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഭാഷ ഒക്കെ ഒന്ന് കുറച്ച് റെഡി ആവാനുണ്ടാവും. പോടാ അവിടുന്ന് നിൽക്കാൻ പറയുന്നു. അപ്പൊ സൈലത്തിലെ മാഷ കേട്ടോ, ചില്ലറക്കാരനൊന്നല്ല. നമ്മളെ ബന്ധങ്ങളെല്ലാം ഭയങ്കര. നിങ്ങൾ എന്നൊരു ബലവർണ്ണനായിട്ട് കാണുന്നുണ്ടാവൂലേ ഇപ്പൊ തിരിഞ്ഞ. അപ്പോൾ വന്നിന് പറഞ്ഞു വന്ന് അപ്പോൾ നമ്മളിന്ന് ഇവിടുന്നൊക്കെ ഒന്ന് പിന്നെ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വേറൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അതല്ല സർപ്രൈസ്, ഇപ്പം തന്നെ പറയുന്നില്ല. എന്തായിരിക്കും ഈ ബുദ്ധിജീവികൾ എന്നെ കാണാൻ വന്നതിനൊരു കാരണമുണ്ട്. അത് വയ്യേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു 2-3 വർഷമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളെ പേര് ഷിബു ഇത് ഉമ്മർക്കല്ലേ. സ്ഥലം എവിടെയാണ്? മലപ്പുറത്ത്. ഇപ്പോൾ ഇവരൊരു 10-25 ആള് വയനാട് വന്നെയാണ് അല്ലേ. അതെ, നമ്മളെല്ലാം കാർപ്പൻറ്റേഴ്സ അല്ല, അങ്ങനെ ടീം വന്ന അല്ലാത്ത ഫ്രണ്ട്സുകളാണ് വന്നത് അല്ലേ. അതെ, കണ്ട സന്തോഷം. നാളെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഒരു ഓട്ടോറിക്ഷ വെച്ചാൽ നിങ്ങൾ അതിലൂടെ ഡോറ് വർക്കാണ്. അതല്ല എന്തല്ല അല്ലേ, ഇങ്ങനെ വണ്ടി വെച്ചങ്ങ് പോകും ചിലർ. അപ്പോൾ ഒരു എകരയുള്ള പോലെ ഇങ്ങനെ ഇതെല്ലാം വെള്ള 30 കളറുമാണ്. എൻ്റെ അമ്മേ
പോവുക നല്ലൊരു അത്തറ്. നല്ല കൂൾ ബ്ലൂവാ കാരിക്ക പോവാ. അപ്പം ഗൈസ് വന്ന് നമ്മളിതാ ഒരു റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്ന നമ്മളെ റിസോർട്ടാണ്. ഇതിൻ്റെ പേര് ബ്രാൻഡിങ് ഒക്കെ മാറ്റിക്കിപ്പോൾ കർലാട് ലേക്കിൻ്റെ അടുത്തുള്ള നമ്മളെ സജീർ ഖാൻ്റെ സാജ് റിസോർട്ട് കേട്ടോ. മിന്നുവിനെ കൂട്ടാണ്ട് റിസോർട്ട് കറങ്ങാൻ വന്നതല്ല, വേറെ കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിജീവികളോട് വന്നിട്ട് കുറച്ച് അറിവ് ഇപ്പോഴേ ഇവരെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് അറിവ് വളർത്താൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഒരു സമാധാനമായിട്ട് ഇരുന്നിട്ട് എന്ത് പറഞ്ഞാലും സമാധാനത്തിന് വേറെ എവിടെയും പോകണ്ട കേട്ടോ. നമ്മൾ നല്ല പൊരി വെയിലായിപ്പോയി ബാണാസുര ഡാമിൽ പോയപ്പോൾ. അപ്പോൾ ആടുന്ന് വേറെ എവിടെയാ സമാധാനം ഉള്ളത് നോക്കിയാലാണ് നമ്മളെ റിസോർട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത്. സെറ്റ് ഇവിടെ ഒന്ന് വരണമല്ലോ. ഇതാണ് നമ്മളെ സാജ് റിസോർട്ട് കേട്ടോ, കർലാട് ലേക്കിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട് എനിക്ക്. ഞാനും മിന്നും ഇവിടെ വന്നിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് ഇവിടെ കയറിയതാ. ഇവിടെ ഫുള്ള് ആയുർവേദ മരുന്നുകളാണ്. ഇവിടെ താഴത്തുണ്ടൊരു മുള, അതാ ആടാ സിറ്റിങ്, അതിപ്പോൾ ഉണ്ട്. ആടെ നിന്നെടുത്ത റീൽ ഇപ്പോൾ ഉണ്ടാവും നമ്മളെ ഇൻസ്റ്റയിൽ കേട്ടോ. നല്ല വൈബ് സ്ഥലമായത്. അതെ, യെസ്, ഇതാണ് സ്ഥലം. ബോ പാമ്പല്ല, കുരങ്ങായിരിക്കും. വൈബ് സ്ഥലമാണ് അല്ലേ, അടിപൊളി സ്ഥലമാണിത്. ഇതാ അങ്ങോട്ടൊക്കെ മറ്റേ ഇത് ആടെയായിരുന്നു നമ്മളന്ന് ഇരുന്ന് കേട്ടോ. ഞാനും മിന്നു അന്ന് ആ ഒരു ഏരിയയിലായിരുന്നു. അവിടെ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു, ആടെയാണ് ഇരുന്ന്. ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഇതായിപ്പോയി, കുറേ ഇത് വന്നിക്ക് അടിപൊളി. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഡിസ്കഷനിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു കട്ടറും പാണ്ടാലോ. ശരിക്കും വയനാട്ടിൽ വന്ന എന്തിനാണെന്ന് വെച്ചാൽ അവർ രണ്ടാളും പിന്നെ പബ്ലിഷേഴ്സാണ്, ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള കുറച്ചൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേ. നമ്മുടെ സീനിയറും ആണല്ലോ. അങ്ങനെ പിന്നെ ഒരു പ്രോഗ്രാമിന് ഒന്ന് പോയി വന്ന് അങ്ങനെ എല്ലാം കൂടിയിട്ട് ഉള്ളൊരു യാത്ര ചെയ്യുന്നു കേട്ടോ ഇത്. മാഷാ അല്ലാഹ്, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.